സെക്കൻഡ് ഹാഫിലേക്ക് കയറി പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സിനിമ ഒന്ന് തീർത്തതാടെ എന്ന് പറഞ്ഞ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയുന്ന ഒരു ഫീലായിരുന്നു. കിടിലം BGM ഒക്കെ ഷാൻ സെറ്റ് ചെയ്തിട്ട് നോബിൾ ഇങ്ങനെ നടന്നു പോകുന്നത് അങ്ങനെയൊക്കെ. പക്ഷെ നമുക്കൊരു നിർവികാരതയാണ്, നമുക്കൊരു ഇത് വരുന്നില്ല. വിനീത് ശ്രീനിവാസൻ്റെ പടം ഇപ്പം ഫീൽ ഗുഡ് ആയാലും വിനീത് ശ്രീനിവാസൻ ആക്ഷൻ എടുത്താലും നമുക്കൊരു ഫീല് കിട്ടും. പക്ഷേ ഈ പടത്തിൽ നോ ഫീൽ, സീറോ ഇമ്പാക്ട്. തിര ഒരു 2.0 പോലെയാണ് തോന്നിയത്. ഒരു വികാരമുള്ള രീതിയിൽ പടം ഇങ്ങനെ ഒറ്റ പേസിൽ പോവുക, ഒറ്റ ഒഴുകി കൊള്ളൂല അഴകപ്പടം. ഒരു വിനീത് ശ്രീനിവാസൻ ചെയ്യരുതായിരുന്നു. കരിയർ വേസ്റ്റ് മൂവിയാണ് അയ്യോ എന്ന് വേണമെങ്കിൽ പറയാം, തീർച്ചയായിട്ടും പറയാം. ഒന്നുമില്ല ഇതിനകത്ത്. നോബിൾ സ്ക്രിപ്റ്റ് എഴുതി കൊളവാക്കിയത്. കാര്യം എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? എനിക്ക് പേഴ്സണലി അത്ര അതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ആവറേജ് ഫീൽ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരു പടം പെട്ടെന്ന് 2 മണിക്കൂർ 2 മിനിറ്റ് എന്തേ ഉള്ളൂ പടം, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല പടം. തിരയുടെ ഇന്റർനാഷണൽ ലെവൽ അങ്ങനെയുള്ള അല്ല, ഇത് ശരിക്കും ഒരു ഇംഗ്ലീഷ് പടം പോലെ തന്നെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ മേക്കിംഗ് ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ട് കണ്ടി എന്തായാലും. പക്ഷെ എന്തോ ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല പടം കണ്ടു കഴിഞ്ഞു. തിരയുടെ വേറൊരു വേർഷൻ ആണോ? വേറൊരു വേർഷൻ അങ്ങനെ പറയാൻ പറ്റും. ഇതൊരു പ്രത്യേക ഹ്യൂമൻ ട്രാഫിക്കിങ്, അതാണ് കഥ കൊണ്ട് പോകുന്നത്. പിന്നെ കുഴപ്പമില്ല. പിന്നെ മറ്റേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ശിവാനാശനൊക്കെ കൊണ്ടുവന്ന് അത്യാവശ്യം കുഴപ്പമില്ല, പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കോമാളിയൊന്നും ആക്കിയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ലാഗൊന്നുമില്ല. എനിക്ക് ഫസ്റ്റ് ഹാഫ് അത്ര പിടിച്ചില്ല, സെക്കൻഡ് ഹാഫ് പിന്നെ കുഴപ്പമില്ല. പിന്നെ തൂക്കിയെന്ന് വെച്ചാൽ ബാബുരാജ് ആയിരിക്കും. ബാബുരാജ് നല്ല രസമുണ്ടായിരുന്നു കണ്ടിട്ട്, പുള്ളിയുടെ കോമഡിയും കൗണ്ടറൊക്കെ. എനിക്കൊരു ആവറേജ് ഫിലിം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കുഴപ്പമില്ല, ജസ്റ്റ് നല്ല വർക്കായിരുന്നു പടം. കാരണം ടെക്നിക്കൽ സൈഡെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ അധികം ഒരു എൻഗേജിങ് എന്നല്ല, എന്താ ഒരു ഹൈ മൊമെൻ്റ് ഒന്നും തരുന്നില്ല. ജസ്റ്റ് ഭയങ്കര ഒരു വികാരമുള്ള രീതിയിൽ പടം ഇങ്ങനെ ഒറ്റ പേസിൽ പോവുക, ഒറ്റ ഒഴുകി പോവുക. പിന്നെ 2 മണിക്കൂറേ ഉള്ളൂ, ലാഗൊന്നും ഇല്ലാതെ പെട്ടെന്ന് കണ്ടു തീർക്കാം. പക്ഷേ ജസ്റ്റ് വാച്ചബിളാണ്, അത്രേ ഉള്ളൂ. വിനീത് ശ്രീനിവാസന്റെ ഫിലിമോഗ്രഫിയിൽ ഒരു വേസ്റ്റ് മൂവി എന്നല്ല, പ്ലോട്ട് ഉണ്ടായിരുന്നു പുള്ളിക്ക്. പക്ഷെ പുള്ളിക്ക് ആ ഒരു തിരയുടെ ഹാങ് ഓവർ മാറിയിട്ടില്ല. തിരയ്ക്ക് ശേഷം പുള്ളി എടുക്കുന്ന ഒരു ആക്ഷൻ പീസാണ്. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം നോബിൾ തന്നെയാണ്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഭയങ്കര മിസ്കാസ്റ്റ് ആയിപ്പോയി. കാരണം നമുക്കൊരു ഫീലിംഗ് കിട്ടൂല. സിനിമ ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഒരു ഫ്ലാറ്റ് ഇത് അതിനൊരു ആക്ഷൻ്റെ ഒരു സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാണുമ്പം എന്തെങ്കിലും തോന്നില്ല. അത് അയാളെ കുറ്റമല്ല, അയാൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകൻ അങ്ങോട്ട് ഇമോഷണലിയോ അല്ലെങ്കിൽ ഒരു രീതിയിലും സിനിമ കണക്ട് ചെയ്യുന്നില്ല. കുറേ വിദേശത്ത് പോയി ഇവർ കുറേ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തിരയുടെ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ സിനിമയിലും ചർച്ച ചെയ്യുന്നത്, ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അങ്ങനെയൊക്കെ. പക്ഷെ ഒരു സ്ഥലത്തും സിനിമ നമ്മളെ ഒരു എൻഗേജ് ചെയ്യിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ സിനിമയിൽ കുറേ ത്രില്ലിംഗ് ആയിട്ട് മൊമെൻറ്റ്സ് ഒക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് തോന്നുന്നു വിനീത് ശ്രീനിവാസൻ്റെ പടം കണ്ടിട്ട് ഒരു ഫ്ലാറ്റ് ഇമോഷൻ എനിക്ക് തോന്നിയത്. ഷാജോണും മനോജ് കെ ജയന് പിന്നെ ബാബുരാജ് ഇവരുടെ മൂന്നുപേരുടെയും കുറച്ച് സീൻസുകളൊക്കെ കൊള്ളാം. ബാബുരാജിന്റെ കോമഡീസ് ഒക്കെ വർക്കൗട്ട് ആയില്ലേ? കുഴപ്പമില്ല. ഞാൻ പറയല്ലോ, ഒരു 2 മണിക്കൂർ 10 മിനിറ്റ് സിനിമയിൽ ഒരു 90% നമുക്കൊരു കണക്ഷൻ കിട്ടാത്തപ്പം ഇവരുടെ സീൻസുകളാണ്. ബാബുരാജും മനോജ് കെ ജയനും ഷാജോണും ഇവരുടെ സീൻസാണ് കുറച്ചൊക്കെ ഒരു ആശ്വാസമായത്. സത്യം പറഞ്ഞാൽ വിനീതിന് ഭയങ്കരമായിട്ട് പാളിപ്പോയത് ലീഡ് കാസ്റ്റിങ്ങിലാണ്. നായികമാരുണ്ട്, അവരുടെ ഒരു ലിമിറ്റേഷൻ വെച്ച് അവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന വിനീത് ശ്രീനിവാസൻ്റെ പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പടത്തിനെ സമീപിക്കുമ്പോൾ നിരാശയാണ്. ഷാൻ തന്നെ ആയാലും തിരയിൽ ഒരുപാട് റിപ്പീറ്റഡ് BGM അത് കുറേ ലൗഡ് മിക്സ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ പടം ഇപ്പം ഫീൽ ഗുഡ് ആയാലും വിനീത് ശ്രീനിവാസൻ ആക്ഷൻ എടുത്താലും നമുക്കൊരു ഫീല് കിട്ടും. പക്ഷേ ഈ പടത്തിൽ നോ ഫീൽ, സീറോ ഇമ്പാക്ട്. സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഒരു ഫീലും കിട്ടുന്നില്ല. എന്തിന് വിനീത് ശ്രീനിവാസൻ ഈ ഒരു സിനിമ ഇങ്ങനെ ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്തു എന്ന് തോന്നും. പിന്നെ പുള്ളിക്ക് ഫീൽ ഗുഡിൽ നിന്ന് മാറി ഒരെണ്ണം ചെയ്യണമെന്നുണ്ട്. പക്ഷേ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കാസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ കുറേ കൂടി പടത്തിന് ഒരു നമുക്ക് കാണുന്ന പ്രേക്ഷകൻ എന്തെങ്കിലുമൊക്കെ ഒരു എഫക്റ്റ് കിട്ടിയാണ്. കുറേ കാര്യങ്ങൾ വിനീത് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ അത് വരുമ്പോൾ നമുക്കൊരു സീറോ ഇമ്പാക്റ്റ് ആണ്. ആക്ഷൻ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ആക്ഷൻസും അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കിടിലം BGM ഒക്കെ ഷാൻ സെറ്റ് ചെയ്തിട്ട് നോബിൾ ഇങ്ങനെ നടന്നു പോകുന്നത് അങ്ങനെയൊക്കെ. പക്ഷെ നമുക്കൊരു നിർവികാരതയാണ്, നമുക്കൊരു ഇത് വരുന്നില്ല. അതിപ്പം അയാളെ കുറ്റമെന്ന് പറയാൻ പറ്റൂല, കാരണം പുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് വിനീതിൻ്റെ പടം ഫോൾസ് മിസറബിളി, അതെനിക്ക് പറയാമോ. ഞാൻ കഴിഞ്ഞ ഒരു കണ്ടന്റിൽ സിനിമ ഒരു വിജ്ഞാനകോശമാണെന്ന് പറഞ്ഞിരുന്നു. ഇതിനകത്ത് അങ്ങനെയുള്ള ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അതായത് ഇതിൽ ഒന്ന് നായകനും നമ്മുടെ സംവിധായകനും നല്ലവണ്ണം എഫർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള പ്രധാന പാഠം ഒരു അമ്മ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയാണ്, കഴിവുള്ളവനെ എപ്പോഴും ലോകം അംഗീകരിക്കുമെന്ന്. രണ്ടാമത്തത് ID മൊബൈൽ നമ്പറൊക്കെ ഇന്ന് ചുമ്മാ കുട്ടികൾ ചോദിക്കുമ്പോൾ സ്ട്രേഞ്ചേഴ്സിന് കൊടുക്കുന്നു. ആ സ്ട്രേഞ്ചേഴ്സിന് കൊടുക്കുന്ന അത് അവരുടെ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വലിയൊരു മോട്ടിവേഷൻ. അത് സിനിമ ഒരു ഒരു വിജ്ഞാനകോശമായി മാറ്റിയെടുക്കുകയാണ്. കാരണം അറിവ് വളരെ പ്രധാനമാണ്. സിനിമയിൽ കൂടെ കിട്ടുന്നത് പെട്ടെന്ന് സ്ട്രൈക്കണം. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നമുള്ളതെന്ന് ഇത് എബോവ് 60 ആണ്, അതായത് UA 16 ആണ്. പക്ഷേ ഇതിനകത്ത് സെക്സ്വൽ കണ്ടന്റ് ഉണ്ട്.
അതൊരു നെഗറ്റീവായിട്ടാണ് ശ്രീനിവാസിനോട് എൻ്റെ മകനോട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള ആ ഒരു സീൻ അതിനകത്തിന് ഒഴിവാക്കി. കാരണം 16 വയസ്സുള്ള പെൺകുട്ടികൾക്ക് പ്രശ്നമല്ല, 18 വയസ്സിൽ കല്യാണം, പുരുഷന്മാർക്ക് അത് പ്രശ്നമാണ്. കാരണം ആൺകുട്ടികൾക്ക് 16-17 വയസ്സെന്ന് പറയുന്നത് 21 വയസ്സിലെ കല്യാണം കഴിക്കും. അതൊരു നെഗറ്റീവ് കണ്ടന്റാണ്. അതിനകത്തിന് ഒഴിവാക്കണമായിരുന്നു ആ ഒരു സീൻസ്. പാരൻസ് കാണേണ്ടതാണ്, കുഞ്ഞുങ്ങൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കേണ്ട സിനിമയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയാറുള്ള സിനിമ ഒരു വിഷ്വൽ എൻസൈക്ലോപീഡിയയാണ്. അപ്പം 2 മണിക്കൂർ നമുക്ക് ബോറടിക്കാതിരുന്ന് കാണാൻ പറ്റും. ബോറടിക്കാനൊന്നുമില്ല, കാണേണ്ടതായ നല്ല ഉണ്ട്. കാരണം ഈ അവയവ കടത്ത്, പിന്നെ പെൺകുട്ടികളെ സെക്സിൽ ഇതിലായിട്ട് കൊണ്ടെത്തിക്കുന്നത്, അവിടെ വിട്ട് അവരുടെ ജീവിതത്തിനുണ്ടാകുന്ന പ്രോബ്ലംസ്, ഫുൾ ഗുഡ് സിനിമ എൻസൈക്ലോപീഡിയയാണ്. അത്രയ്ക്കും കൺവിൻസിങ്ങേ തോന്നിയില്ല ബ്രോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം തിര ഒരു 2.0 പോലെയാണ് തോന്നിയത്. തിരയുടെ വേറൊരു വേർഷനാണ്. അതെ, തിരയുടെ സ്റ്റോറി ലൈൻ പോലും തിരയായിട്ട് നല്ല സാമ്യമുള്ള സ്റ്റോറി ലൈനാണ്. പിന്നെ എടുത്തിരിക്കുന്ന രീതി, മേക്കിംഗ് എല്ലാം പക്ക തിരയിൽ എങ്ങനെയാണോ അതേ ഇത്, BGM എല്ലാം കറക്റ്റ് തിരയിലുള്ള പോലെ, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു അപ്ഗ്രേഡഡ് വേർഷൻ പോലെ തോന്നി. തിരയിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയാനുണ്ടോ? പോസിറ്റീവായിട്ട് ബാബുരാജിന്റെ കുറച്ച് കോമഡീസ് ഉണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു. അത് മാത്രമാണ് എനിക്ക് അതിൽ പോസിറ്റീവായിട്ട് തോന്നുന്നത്. കാരണം ഞാനതിൽ ഒരു ആക്ഷൻ സിനിമയെ പ്രതീക്ഷിച്ചു വന്നു. ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. പക്ഷേ ഈ ആക്ഷൻ എടുക്കുന്നതിനൊരു രീതിയുണ്ട്, അത് പുള്ളിക്ക് അത്ര പരിചയമില്ലെന്നാണ് തോന്നുന്നത്. ആക്ഷൻ സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തിയേറ്ററിൽ ഒരു ഇമ്പാക്ട് കിട്ടിയിട്ടില്ല. ഇല്ല, ഒന്നുമില്ലായിരുന്നു. അത് ആക്ഷനെല്ലാം ഭയങ്കര ലെറ്റ് ഡൗൺ ആയിരുന്നു. അത് ആക്ഷൻ എടുക്കുന്നതിനൊരു ഇപ്പം ഷോർട്ട് ഡിവിഷൻ ആയാലും അത് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. അതിൽ അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇതിപ്പം ഇന്ന മൊമെന്റിൽ അടി വേണം നമുക്ക് തോന്നും. പക്ഷേ അത് അങ്ങനെ കിട്ടിയിട്ടില്ല. രണ്ടാമത് എന്താ പറയണ്ടേ, എടുത്തിരിക്കുന്ന രീതിയാണ്. നമുക്ക് ആക്ഷൻ കാണുമ്പം ആക്ഷനായിട്ട് അതിൻ്റെ ഒരു പഞ്ച് കിട്ടുന്നത് പോലെ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അതാണ് എനിക്കതിൽ പോസിറ്റീവായിട്ട് തോന്നിയത്. പിന്നെ ഈ ബാബുരാജിന്റെ കുറച്ച് കോമഡീസും ഉണ്ട്. കാരണം എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കൗട്ട് ആയില്ല. സിനിമ മനുഷ്യക്കടത്താണ് ഒരു സിനിമയുടെ പ്രമേയമായിട്ട് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെയിലർ വളരെ പ്രോമിസിംഗ് ആണ്. ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു. എന്നാൽ അതിന്ന് ഒരു 10% പോലും സിനിമയിലെ ഒരു ഔട്ട്കം വന്നില്ല എന്ന് വേണം പറയാൻ. സ്വാഭാവികമായിട്ട് മനുഷ്യക്കടത്ത് പോലുള്ള പ്രമേയം വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ട് തുടക്കത്തിൽ നമുക്ക് അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായിരിക്കും ഒരു ക്യൂരിയോസിറ്റി. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഹെവിലി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. കാരണം ഈ പിന്നെ ആ ഒരു ക്ലീഷേ ടെംപ്ലേറ്റ് തന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു എന്താ പറയുക, യാതൊരു വ്യത്യസ്തതകളും പിന്നെ സിനിമ അങ്ങോട്ട് ഓഫർ ചെയ്യുന്നില്ല. സിനിമ ഏകദേശം 2 മണിക്കൂർ 10 മിനിറ്റ് കഷ്ടിച്ചുള്ളൂ. അതായത് 1 മണിക്കൂർ ആകുമ്പോഴത്തെ തന്നെ ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോകും. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് കയറി പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സിനിമ ഒന്ന് തീർത്തതാടെ എന്ന് പറഞ്ഞ മനസ്സിന്ന് ഇങ്ങനെ പറയുന്ന ഒരു ഫീലായിരുന്നു. കാരണം നമുക്കറിയാം ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് നമുക്ക് തന്നെ അറിയാം. അത് പിന്നെ അവിടെ ഇട്ടിട്ട് വെറുതെ ഇട്ട് കുറേ കറങ്ങി മറ്റേ കുരുക്കുമുറുക്കും പോലെ വീണ്ടും അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു തിരക്കഥ പോലെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല. കുറേ മാസ് സീനുകളും കാര്യങ്ങളൊന്നും ആ ഒരു എലവേഷൻ സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. അല്പമെങ്കിലും ഒരു ആശ്വാസമായി തോന്നിയത് ബാബുരാജിൻ്റെ കഥാപാത്രമായിരുന്നു. അപ്പോൾ അത് നല്ലൊരു റിലീഫായിട്ട് തോന്നി. ഒരു കോമിക്കൽ എലമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഒരു വെറുതെ ഫ്ലാറ്റായി പോയി വെറുതെ മീൻസ് പിന്നെ ആ ഒരു എന്തെങ്കിലും ഒരു ഗൂസ് ബംസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഓഫർ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം സാധാരണ രീതിയിൽ തന്നെ ഒന്ന് അവസാനിച്ച്